സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ബ്രിട്ടനും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി തീരുവ ഒഴിവാക്കും. ഇന്ത്യ UK ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് നരേന്ദ്രമോദി. एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. യുകെയിലെ 5 സർവകലാശാലകൾ ഇന്ത്യയിലേക്ക്. ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ച് പോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെന്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ജോസും ജോസഫും ഒന്നിച്ച് UDFൽ ഉണ്ടാകണമെന്ന് തുറന്നു പറഞ്ഞ കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ. ലയനത്തിന് തടസ്സം നേതാക്കളുടെ ഈഗോ. ഇടപെട്ട് ബിഷപ്പുമാർക്കും മടുത്തു. നേതൃത്വത്തിന് പഴയ അനുസരണയില്ലെന്നും ഫാദർ മാണി പുതിയിടം ന്യൂസ് 18നോട്. ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെ എതിരെ നടപടി വേണമെന്ന് DGP. അജിത് കുമാറിന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് ADGPയുടെ റിപ്പോർട്ട്. DGPയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. ആലത്തൂരിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. പ്രദീപിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നേഹയുടെ കുടുംബം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. അമ്മ തെരഞ്ഞെടുപ്പിൽ പോരിനൊരുങ്ങി താരങ്ങൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരത്തിന്. ജനറൽ സെക്രട്ടറി ആവാൻ ബാബുരാജും ജോയ് മാത്യുവും. തെരഞ്ഞെടുപ്പിനായി സമർപ്പിച്ചത് 93 പത്രികകൾ.